ഹലോ, ഇവയ്ക്ക് ഇപ്പോൾ 2-2.5 മാസമായിട്ടുണ്ട്. അവൾ ഈ ന്യൂ ബോൺ ഫേസൊക്കെ മാറിയിട്ട്, ന്യൂ ബോൺ ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, കരയുക, ഉറങ്ങുക, പാൽ കുടിക്കുക, അതൊക്കെയാണല്ലോ. അതൊക്കെ മാറിയിട്ട് അവളിപ്പോൾ നമ്മളുമായിട്ട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് കളിക്കുക, ചിരിക്കുക, ഫേസ് റെക്കഗ്നൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഇടയായിട്ട് അവൾക്ക് എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ഇഷ്ടം. താഴെ വെച്ച് അപ്പം കരച്ചിലും ബഹളമാണ്. അങ്ങനെ അതിനൊക്കെ വേണ്ടി ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ അവൾക്കൊരു ടോയ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് നല്ലതാണെന്നൊക്കെ. അങ്ങനെ റേറ്റിങ്സും റിവ്യൂസൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഈ പ്ലേ മാറ്റ് ജിം. ഞാനും നിഹാരയും കൂടെ കൂടിയിട്ടാണ് ഇത് അൺബോക്സ് ചെയ്യുന്നത്. എന്നെക്കാട്ടിലും ഭയങ്കര എക്സൈറ്റഡ് നിഹാരയാണ് ഇത് അൺബോക്സ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പാർട്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇത് അസംബിൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിഹാര എനിക്കിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇതിൽ പ്ലേസ് ചെയ്യാനുള്ളതാണോ, അത് അതിൽ പ്ലേസ് ചെയ്യാനുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് തന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഈ ഒരു സാധനത്തിൽ നമ്മൾ ബാറ്ററി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കാല് വെച്ച് ചവിട്ടുമ്പോൾ അതിൽ പാട്ടും ലൈറ്റൊക്കെ കേൾക്കുകയും കത്തുകയൊക്കെ ചെയ്യും. അന്നേരം അവരതൊക്കെ കേട്ട് അവിടെ രസിച്ച് കിടന്നോളും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് തന്നെ അസംബിൾ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. നിഹാര സൈഡിൽ നിന്ന് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഇതിൽ യെല്ലോ സ്ക്രൂ വെച്ച് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി എന്നൊക്കെ. പിന്നെ ഇതിൽ 2 ഹാൻഡിൽസ് ഉണ്ട്. ഈ 2 ഹാൻഡിൽസും ഇങ്ങനെ നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതിയാവും. പിന്നെ റെയിൻബോ കളറിലുള്ള ആ ഷേപ്പിലുള്ള ഒരു സാധനമുണ്ട്. അത് നമ്മൾ അതിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷേ ഞാനാദ്യം വെച്ചപ്പോഴേക്കും അതെൻ്റെ കയ്യിൽ നിന്ന് ചാടി പോകുന്നുണ്ടായിരുന്നേ. അന്നേരം നിഹാരയാണ് എനിക്ക് അതൊക്കെ വെച്ച് ഹെൽപ്പ് ചെയ്ത് തന്നത്. ആൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ വേണ്ടി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ ഒപ്പം കുറേ ഹാങ്ങിങ്സും അതുപോലെ ഇത് കൊളുത്താനുള്ള കൊളുത്തുകളും നമുക്കുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിലുള്ള ആ മിററിൻ്റെ ഹാങ്ങിങ് ഉണ്ടല്ലോ, അതിലിപ്പോൾ നോക്കിക്കിടന്ന് കളിക്കാനായിട്ട് ഇവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാനും നിഹാരയും കൂടെ അത് മുഴുവൻ ആ ഒരു റെയിൻബോ പോലെ ഇരിക്കുന്ന ആ ഷേപ്പിലുള്ള സാധനത്തിലേക്ക് കൊളുത്തി ഇട്ട് കൊടുത്തു. ഓരോന്നായിട്ട് എല്ലാ ഹാങ്ങിങ്സിലും തട്ടി കളിച്ചൊക്കെ കിടക്കും കേട്ടോ. പക്ഷെ അവൾക്ക് എന്താണെന്നറിയില്ല, ആ മിററിൻ്റെ ഹാങ്ങിങ്ങിൽ അവൾക്ക് അവളെ തന്നെ കാണാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനും കളിക്കാനൊക്കെ. പിന്നെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ കുഞ്ഞു മക്കളെ അതിൽ കിടത്തുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിരിക്കും. ആ വൈറ്റ് ബോക്സിൽ ചവിട്ടുമ്പോൾ പാട്ടും ലൈറ്റൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ കേട്ട് അവരവിടെ രസിച്ച് കിടന്നോളും. പിന്നെ ഈ ഹാങ്ങിങ്സ് ഒക്കെ തട്ടി കിടക്കാനും കളിക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇവയെയും അതിൽ കളിക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എന്തായിരിക്കും അവളെ റെസ്പോൺസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മളവളെ കിടത്തിയപ്പോൾ പുതിയതായിട്ട് എന്തോ കിട്ടിയോണ്ടാണെന്ന് തോന്നുന്നു. അവൾ ഇതെന്താ സംഭവം എന്നൊന്നും അറിയാതെ അന്തം വിട്ടെല്ലാം ഒന്ന് നോക്കിയിരിക്കുവാണ്. പക്ഷേ അവൾ അതിൽ ചവിട്ടുമ്പോൾ പാട്ട് കേൾക്കുന്നത് കേട്ടിട്ട് അവൾ അതിൽ തുടരെ ചവിട്ടുന്നുണ്ടായിരുന്നേ. സാധാരണ നമ്മൾ അവൾ എവിടെയെങ്കിലും കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കരയാറാണ് പതിവ്. പക്ഷേ ഇത് വന്നപ്പോൾ നല്ല രസമായിട്ട് അവൾ അതൊക്കെ തൊട്ട് നോക്കി കളിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ കയ്യിൽ മാത്രം ഇരിക്കാൻ ഇഷ്ടമുള്ള, നിലത്ത് കിടക്കാൻ ഇഷ്ടേ അല്ലാത്ത കുഞ്ഞു മക്കൾ ഉള്ളവർക്കൊക്കെ ഇതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. യൂസ്ഫുൾ ആയിരിക്കും.